Hello friends, എല്ലാവർക്കും Ruchikootu സ്വാഗതം. Friends, ഇന്ന് ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പലർക്കും അതൊരു ഇൻഫർമേഷനും കൂടെ ആയിരിക്കും. കാരണം എന്നെ പോലെ ഒരു സാധാരണ ചെറിയ യൂട്യൂബേഴ്സിനെ ഉപകാരം കൂടെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞങ്ങൾ ഒരു മൈക്ക് വാങ്ങിച്ചു. ഞങ്ങളുടെ കയ്യിൽ മൈക്ക് ഒന്നും ഉണ്ടായില്ല. നമ്മൾ നോർമലി നമ്മുടെ ഫോണിലും ഉള്ള വോയിസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൈക്കിന് ഒരു കുറവ് പല സമയങ്ങളിൽ നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൈക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറേ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല മൈക്കിനൊക്കെ നല്ല റേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ആൾക്കാർക്കൊന്നും ഇത് താങ്ങുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുത് ഒരെണ്ണം തൽക്കാലം നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ കുറേ റിവ്യൂസ് ഒക്കെ കണ്ട് കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അതായത് K9 ഡ്യുവൽ മൈക്കിൻ്റെ ആണ് കേട്ടോ. അതാണ് K9 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്ന് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊന്ന് ഫസ്റ്റ് പൊട്ടിക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ബില്ലാണ്, ഫ്ലിപ്കാർട്ടിൻ്റെ ബില്ലാണ്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. നല്ലൊരു പാക്കിംഗ് ആയിട്ടാണ് ഞാൻ കിട്ടിയേക്കുന്നത്. ഇത് K9 വയർലെസ് മൈക്രോഫോൺ, ഇതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. 2 മൈക്കും ഒരു റിസീവറുമാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്ന്. ഒരുപാട് റിവ്യൂസ്, നല്ല റിവ്യൂസ് തന്നെയായിട്ട് നമുക്ക് കണ്ടത്. അതുകൊണ്ടാണ് നമ്മളിത് സെലക്ട് ചെയ്തത്. ഇനി ഇത് ഇതൊക്കെ സത്യമാണോ നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് പൊട്ടിച്ചപ്പോൾ നോക്കി ഇങ്ങനെയാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. 2 മൈക്കും ഒപ്പം സെൻറ്ററിൽ ഒരു റിസീവറും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ഒന്ന് എടുത്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇതുണ്ടോ ഒരു മൈക്ക് ഈ ഒരു വലിപ്പം വരുന്നുണ്ട് കേട്ടോ. സൈഡിൽ നമ്മുടെ ഡ്രസ്സിൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്ലിപ്പും സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഇതാണ് രണ്ടാമത്തെ സെക്കൻഡ് മൈക്ക് വരുന്നത്, അതേപോലെ സെയിം. പിന്നെ നമുക്ക് വരുന്നത് റിസീവർ ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതാണ് റിസീവർ, സി ടൈപ്പ് ആണ് വരുന്നത്. ഇനി ഇതിലെന്താ നോക്കാം. ഫ്രണ്ട്സ്, ഇതിൽ ഒരു ചാർജർ കേബിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ചെറിയൊരു കേബിൾ ഉണ്ട്. ഇത്ര ഐറ്റംസ് ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിയേക്കട്ടെ. ഇല്ല. പിന്നെ ഇതിൻ്റെ ഒരു കാറ്റലോഗ് ഉണ്ട് ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൈക്കെല്ലാം പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. 2 മൈക്കും ഒരു റിസീവറും ഒരു കേബിളും, ഈ 4 ഐറ്റമാണ് നമ്മളുടെ ഈ ബോക്സിലുണ്ടായത്. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം പറയാം, നമ്മൾ വാങ്ങിച്ചപ്പോൾ കൂടെ ഐഫോണിന് പറ്റുന്ന കണക്ടർ ഉണ്ടെന്നാണ് അതിൽ കണ്ടത്. പക്ഷേ അതില്ല. പിന്നെ നമുക്ക് ഐഫോൺ ഇല്ലാത്തതുകൊണ്ട് നമുക്കതും കുഴപ്പമില്ല. പക്ഷെ ആ ഒരു മിസ്സിങ് ഇതിലുണ്ട്. അപ്പോൾ ഈ 4 സംഭവങ്ങളാണ് നമ്മളുടെ ഇതിൻ്റെ കൂടെ ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഇത് എന്താ ഓപ്പറേറ്റ് ചെയ്യേണ്ട സമയം ജസ്റ്റ് ഞാൻ പറയാം. അത് ചാർജ് ചെയ്യേണ്ടത് മൈക്ക് മാത്രം ചാർജ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഈ 2 മൈക്ക്. റിസീവർ നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ മൈക്കിൽ നമ്മൾ ചാർജ് ചെയ്യണത് ഇവിടെയാണ് അതിൻ്റെ പോർട്ട്, ചാർജിങ് പോർട്ട് വരുന്നത്. ഈ 2നുണ്ട് കണ്ടോ, ഇവിടെയാണ് വരുന്നത്. സി ടൈപ്പാണ്. അത് നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ കേബിൾ യൂസ് ചെയ്ത് ഇവിടെ നമുക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ഫോണിൻ്റെ നോർമൽ അഡാപ്റ്റർ വഴിയിട്ട് നമുക്ക് നോർമലി ചാർജ് ചെയ്യണ പോലെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പവർ സ്വിച്ച് എന്ന് പറയുന്നത് ഇവിടെയാണ് ഗൈസ്. ഇവിടെയാണ് നമ്മുടെ പവർ സ്വിച്ച്. ഇത് ഓൺ ചെയ്താൽ മതി. ജസ്റ്റ് ഇത് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ, റെഡും ഗ്രീൻ ലൈറ്റും തമ്മിൽ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് നമ്മളിത് നമ്മുടെ ഫോണായിട്ട് പെയർ ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് ഗ്രീൻ മാത്രം ലൈറ്റ് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫോണായിട്ട് ഇത് കണക്റ്റ് ആയെന്ന് മനസ്സിലാവും. പിന്നെ ഇപ്പോൾ ഓഫ് ചെയ്തേക്കാം. ജസ്റ്റ് ഒരു 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് പിടിച്ച് നമ്മുടെ പവർ സ്വിച്ചിൽ പ്രസ് ചെയ്ത് പിടിച്ച് ഇത് പവർ ഓഫ് ആവും കണ്ടോ. പിന്നെ നമ്മുടെ റിസീവറിൽ നമുക്ക് നോക്കിയപ്പോൾ ഇതിന് നമുക്ക് ചാർജ് ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല.
ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ കുത്തുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ ഇത് ചാർജ് ആയിക്കോളും. ഇനി അഥവാ നമ്മുടെ ഫോണിൽ ചാർജ് കുറവുള്ള സമയമാണെങ്കിൽ നമുക്ക് പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഈ കേബിൾ ത്രൂ തന്നെ നമുക്കിവിടെ കുത്തിയിട്ട് നമ്മുടെ പവർ ബാങ്കിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം ഇതും നമ്മുടെ ഫോണും ചാർജ് ആയിക്കോളും. അതൊരു നല്ലൊരു കാര്യമായിട്ട് ഇതിലെനിക്ക് ഫീൽ ചെയ്തു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ബോക്സിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്കിത് നമ്മുടെ ഫോണായിട്ട് പെയർ ആവോ എന്തൊക്കെയാണ്, അതാണ് നമുക്ക് നോക്കേണ്ടത്. പിന്നെ ഇതിന്റെ റേറ്റും കൂടെ ഞാൻ പറയാം. 1199 റുപ്പീസിനാണ്. ആക്ച്വൽ റേറ്റ് എന്ന് പറയുന്നത് 2999 ആണ്. 3000 റുപ്പീസ് ആണ്. നമുക്ക് അതിൽ ഡിസ്കൗണ്ട് ഓഫർ പ്രൈസ് ആണ് ഈ 1129. അപ്പൊ ആ റേറ്റിനാണ് നമുക്കിത് കിട്ടിയത്. ഇനി നമുക്ക് നമ്മുടെ ഫോണായിട്ട് ഇത് കണക്ട് ചെയ്യാമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്നിട്ട് ഇതിന്റെ സൗണ്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ വീടിന്റെ മേലെ വന്നേക്കണേ, ടെറസിൽ വന്ന് നിൽക്കുകയാണ്. സന്ധ്യ സമയമായിട്ട് 6:30 മണി. അപ്പം അതിൻ്റെ ഒരു വെട്ടത്തിന്റെ കുറവുണ്ടാവും. അപ്പം ഞാനിപ്പോൾ മൈക്കിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രീൻ ലൈറ്റ് ഇവിടെ ഓണാണ്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് ക്യാമറയായിട്ടൊരു 5 മീറ്റർ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കണം. അപ്പം ഞാനിനി പുറകിലോട്ട്, സാധാരണ നമുക്കൊക്കെ അത്ര ആവശ്യമല്ല, ആ ഒരു ഡിസ്റ്റൻസ് വരെയൊക്കെ നമ്മൾ നിൽക്കുള്ളൂ. ഒരു 10-12 മീറ്ററാണ്. ഇവർ പറയുന്നത് 20 മീറ്റർ വരെ ഡിസ്റ്റൻസിൽ നമുക്ക് സൗണ്ട് ക്ലിയർ ആണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾക്ക് നോർമലി ഇത്രയൊക്കെയല്ലേ വരുള്ളൂ. അപ്പം ഞങ്ങൾ ആ ഒരു ടെസ്റ്റ് ഞങ്ങൾ നോക്കണത്. അപ്പം ഞാനിനിപ്പോൾ പുറകിലോട്ട് പോവാണ് സംസാരിക്കുമ്പോൾ. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന്. അഴയൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അഴയൊക്കെ തൂക്കിയിട്ടേക്കാണ്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ, എത്രത്തോളം ആ വോയിസ് ക്ലിയർ ആണെന്ന് എനിക്ക് എന്താ പറയുക, നമ്മിത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണ സമയത്ത് മാത്രമേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നോർമലി സംസാരിക്കുന്ന ഒരു വോയിസിലാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വോയിസിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്റ്റൻസ്, ഇപ്പം ഞാനൊരു 12 മീറ്ററോളം മാറിയാണ് നിൽക്കുന്നത്. സീഫ് ഞാൻ അറ്റത്താണ്ടോ നിൽക്കുന്നത്. ലക്കി വന്നിട്ടുണ്ടല്ലോ, ഞാൻ വരുന്ന അന്വേഷിച്ച് വന്നേക്കണുണ്ട് ഒരാള്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമുക്ക് ഇത്രയല്ലേ ഒരു വ്ളോഗ് ചെയ്യുമ്പോഴേക്ക് ഈ ഒരു ഡിസ്റ്റൻസിലായിരിക്കും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേണ്ടി ഒരു ഡിസ്റ്റൻസ് ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒരു ക്ലാരിറ്റി എനിക്ക് കിട്ടുന്നുണ്ടോ എന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോണത്. അപ്പൊ ഇനി ഇത് നമുക്ക് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് കേട്ട് നോക്കിയിട്ട് എത്രത്തോളം അത് ക്ലാരിറ്റി ഉണ്ട്, കേൾക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കാം. അതേപോലെ വീഡിയോ വരുമ്പോൾ നിങ്ങളും അത് കേട്ടിട്ട് കമന്റ് ബോക്സിൽ പറയണം എത്രത്തോളം ആ സൗണ്ട് ക്ലാരിറ്റി ഉണ്ട്, ഞാൻ പറയുന്നത് കേൾക്കാമോ വ്യക്തമായിട്ടെന്ന്. അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ പോകണം. അത് കാരണം നമ്മൾ മൈക്ക് വെച്ചിട്ട് ഫേസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചൊക്കെ സംസാരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എത്രത്തോളം അതിൻ്റെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ ഫേസ് ഇങ്ങോട്ടാണ്, എൻ്റെ മൈക്ക് ഇവിടെ നിൽക്കുന്നത്, അങ്ങോട്ട് തിരിയുന്നുണ്ട്. അതേപോലെ നമ്മൾ നേരെ ഫേസ് ടു ഫേസ് നമ്മുടെ ക്യാമറയ്ക്ക് നേരെ നിൽക്കുമ്പോൾ അല്ലാതെ തിരിയുമ്പോൾ അതിൻ്റെ ഒരു ഇത് വ്യത്യാസം ഉണ്ടാകുന്ന നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നടക്കാണ്. തിരിഞ്ഞ് നടന്ന് സംസാരിക്കുമ്പോൾ അത് ബ്രേക്ക് ആവോ അല്ലെങ്കിൽ അത് കേൾക്കാൻ പറ്റുമോ എന്നും കൂടെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോയെന്ന് നമുക്കിത് എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാനൊന്ന് കേട്ടിട്ട് ഇതിൻ്റെ ഒരു ഫുൾ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട്, നമ്മളുടെ ഈ മൈക്ക് നമ്മൾ വാങ്ങിയിട്ട് യൂസ് ആയോ അല്ലെങ്കിൽ പൈസ വേസ്റ്റ് ആയോ എന്നും കൂടെ ഞാനൊന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഫൈനൽ ഫീഡ്ബാക്ക് നിങ്ങളെ ഞാനിപ്പോൾ അറിയിക്കുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൈക്ക് ചെക്ക് ചെയ്തത് ഞാൻ കേട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഉണ്ടെന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ കൊടുക്കുന്ന റേറ്റിനനുസരിച്ചിട്ടുള്ള നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. ഓവർ എക്സ്പെക്റ്റേഷൻ നമ്മൾ ചെയ്യരുത്. അത്യാവശ്യം നമുക്ക് കേൾക്കാൻ പറ്റുന്ന നല്ല ക്ലാരിറ്റി ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു വോയിസ് ഇതിൽ കിട്ടുന്നുണ്ട്. ഒപ്പം ഞാൻ ടെസ്റ്റ് ചെയ്തില്ലേ, നമ്മളിങ്ങനെ തിരിഞ്ഞ് നടക്കുമ്പോൾ, അതായത് നമ്മൾ എങ്ങനെ ഇത് പറയാന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, നമ്മുടെ ക്യാമറയുടെ നേരെ ഫേസ് നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ, അതായത് ഈ രണ്ട് ഇതും കൂടെ നേരെ നിന്ന് സംസാരിക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി വരുന്നുണ്ട്. ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് സംസാരിച്ചപ്പോൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ചെറിയ ഇടയ്ക്കിടയ്ക്കൊന്ന് ബ്രേക്ക് ആവുന്ന പോലെ ഒരു ചെറിയ സൗണ്ട് കേട്ട്. അത് നമ്മളിങ്ങനെ തിരിയുന്നതിൻ്റെ ഇതാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. തുടർന്നുള്ള വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ, വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രം ചെറിയൊരു ബ്രേക്കും ഒക്കെ വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ്
നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് പൈസ വേസ്റ്റ് ആയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. ഇനി കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ ഇനി ഞാൻ ഈ മൈക്ക് വെച്ചിട്ടായിരിക്കും യൂസ് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം എന്നെപ്പോലെ മൈക്കൊന്നും വാങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ മൈക്ക് വാങ്ങാം. K9 ഡ്യുവൽ സിം അല്ല, ഡ്യുവൽ മൈക്കാണ് വയർലെസ്സിൻ്റെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാം. നമ്മുടെ ഫ്ലിപ്കാർട്ടിലുണ്ട്. ഞാനിതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാങ്ങിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അതിൽ പോയി നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.